ഇപ്പോൾ ഇതാ ശബ്ദം കേൾക്കുന്നു, സ്കൂളുകളുടെ സമയമാറ്റം എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത്? 9:30-ക്ക് കുട്ടികളും അധ്യാപകരും ഒക്കെ സ്കൂളുകളിൽ എത്തണമെന്ന് വരുമ്പോൾ ഇപ്പോൾ തന്നെ 10 മണിക്ക് പ്രവൃത്തി സമയമായിട്ട് പോലും മദ്രസകളിലേക്ക് വിടാൻ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല. മദ്രസ വിട്ട് വരുമ്പോഴേക്ക് സ്കൂൾ ബസ് വരും, കുട്ടികളെ ഒരുക്കി അയക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ മാത്രമൊക്കെ മദ്രസ വിദ്യാഭ്യാസത്തെ ചുരുക്കി ഒതുക്കിയപ്പോൾ ഈ രൂപത്തിലുള്ള നിയമങ്ങൾ കൂടി വന്നാൽ ആദ്യമേ ഈ വിഷയത്തോട് വൈമുഖ്യമുള്ള തലമുറക്ക്, സമൂഹത്തിന് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇനി മദ്രസ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതും ലിബറലുകൾ ഇങ്ങനെയാണ് ഒളിയ ചണ്ടയായി കടത്തിക്കൊണ്ടുവരിക. ഒറ്റയടിക്ക് അതിന്റെ കഴുത്തറക്കുകയല്ല, പതുക്കെ പിഴിഞ്ഞ് ഞെക്കിക്കൊല്ലുകയാണ് ഇവർ സ്വീകരിക്കുന്ന ഒരു കുതന്ത്രം. ഇത് ഈ ഉമ്മത്ത് തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ സമുദായം ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കിട്ടേണ്ട നന്മകൾ കുറയുകയാണ്. നമുക്ക് ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കേണ്ടുന്ന നന്മകളുടെ അളവുകൾ കുറയുകയാണ്. അതേ അവസരത്തിൽ ആ നന്മകളെ ഹൈജാക്ക് ചെയ്യുവാൻ വേണ്ടി ഇവിടെയുള്ള തിന്മയുടെ പ്രചാരകർക്കാവട്ടെ മണിക്കൂറുകൾ ധാരാളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒളിയ ചണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ധാരാളക്കണക്കിന് സമയങ്ങളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതനിയമങ്ങൾ പാലിക്കുന്നവരൊക്കെ അപരിഷ്കൃതരായ, ഒന്നിനും കൊള്ളാത്ത, ലോകം തിരിയാത്തവരാണെന്നും മുസ്ലിമീങ്ങളെന്ന് പറയപ്പെടുന്നവർക്ക് തന്നെ ഇതൊക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കുറേശ്ശെയായി മുളപൊട്ടുവാൻ തുടങ്ങി എന്നുള്ളതാണ് ലിബറലുകൾ ഇവിടെ നേടിയ വിജയത്തിന്റെ ആകത്തുക. അതുകൊണ്ട് എനിക്കെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അങ്ങനെ തിന്മകളുടെ പ്രചാരകരായ ലിബറൽ മതക്കാർക്ക് സന്തോഷിക്കുവാനുള്ള മാർഗങ്ങളെ നമ്മളായിട്ട് എളുപ്പമാക്കി കൊടുക്കരുത്. പലപ്പോഴും ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏത് മേഖലയിൽ നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെയൊക്കെ എന്ത് തോന്നിവാസം ആരൊക്കെ കൊണ്ടുവന്നാലും അതൊക്കെ ഏറ്റെടുക്കാനും, അതിനൊക്കെ സിന്ദാബാദ് പറയാനും, അതൊക്കെ കേട്ട് തുള്ളിച്ചാടാനും മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഇന്ന് ആളുകളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കേ, മുസ്ലിം സമുദായത്തിൽ തന്നെ ആരൊക്കെ എന്തൊക്കെ വലിയ അജണ്ടകൾ ഇതിലേക്ക് കടത്തിക്കൊണ്ട് വന്നാലും എന്താ അതിന് കുഴപ്പം, എന്താ അതിനൊക്കെ തകരാറ് എന്ന് ചോദിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പ്രശ്നം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.